സന്ധ്യ വളരെ സുന്ദരിയായിരുന്നു. അഴകാർന്ന ഉടലും വലിയ മാറിടങ്ങളുമുള്ള അവളെ ഒന്ന് പ്രാപിക്കാൻ വേണ്ടി ആണുങ്ങളെല്ലാം തക്കം പാർത്തിരുന്നു. നാട്ടിലെ യുവാക്കൾ പ്രണയാഭ്യർത്ഥനയുമായി അവളുടെ പിന്നാലെ നടന്നു. രാത്രിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന സന്ധ്യയെ കാത്ത് ഇടവഴികളിൽ ആണുങ്ങൾ പതുങ്ങിയിരുന്നു. തക്കം കിട്ടിയാൽ അവളുടെ മാറിടത്തിലൊന്ന് പിടിക്കുക, ബലമായി അവളെ ഒന്ന് ചുംബിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശം. ഒന്ന് രണ്ട് പേർ അതിൽ വിജയം കണ്ടതിനാൽ വീട്ടിലേക്കുള്ള സന്ധ്യയുടെ സന്ധ്യാസമയത്തെ സഞ്ചാരം ഓട്ടോറിക്ഷയിലാക്കി. ചെറുപ്പത്തിലെ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട് വിധവയായ ഒരു പെൺകുട്ടി ആർക്കും പിടികൊടുക്കാതെ അഭിമാനത്തോടെ തല ഉയർത്തി ജീവിച്ചു പോന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നാട്ടിലെ ആണുങ്ങൾ വെറുതെ ഇരുന്നില്ല. ഓ, ടൗണിലെ ബെൻഹർ ഹോട്ടലിൽ വെച്ച് അവളെ ഞാൻ സ്ഥിരം കാണാറുണ്ടെന്നേ. രാത്രി സമയങ്ങളിൽ ആരൊക്കെയോ അവളുടെ വീട്ടിൽ വന്ന് പോകാറുണ്ടെന്നേ. ദേ, ഇന്നലെ രാത്രി കൂടി അവളുടെ വീട്ടുമുറ്റത്തൊരു ബൈക്ക് ഞാൻ കണ്ടതാണ്. അവൾ അത്ര വെടിപ്പല്ലെന്ന് തുടങ്ങി. പട്ടിണിയില്ലാതെ ജീവിക്കാൻ വേണ്ടി മാന്യമായി ജോലിക്ക് പോയിരുന്ന ഒരു പെണ്ണിനെ പറ്റിയവർ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. ആദ്യം ഈ കഥകളൊന്നും വിശ്വസിക്കാതെ ഇരുന്ന നാട്ടുകാർ പോലും പോകെ പോകെ ആ കള്ളങ്ങൾ വിശ്വസിച്ചു തുടങ്ങി. ആരാരുമില്ലാത്ത തനിക്ക് വേണ്ടി ഒന്ന് ശബ്ദമുയർത്താൻ പോലും ഒരാളെങ്കിലും ഇല്ലല്ലോ എന്ന് ദുഃഖത്തോടെ അവർ നീറി നീറി ജീവിച്ചു കൊണ്ടേയിരുന്നു. അതേസമയം എന്നെങ്കിലും ഒരിക്കൽ തങ്ങളുടെ ഇഷ്ടത്തിന് അവൾ വഴങ്ങിത്തരുമെന്ന് നാട്ടിലെ ആണുങ്ങളെല്ലാം സ്വപ്നം കണ്ട് നടന്നു. അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം അവളങ്ങ് അപ്രത്യക്ഷയായി. അന്നാണ് നാട്ടിലെ പുരുഷ കേസരികളുടെ നാവുകൾക്ക് മുഴുവൻ സ്വാതന്ത്ര്യം കിട്ടിയത്. സന്ധ്യയെപ്പറ്റിയുള്ള ഊഹങ്ങളും ആരോപണങ്ങളും കവലകളിൽ കൂമ്പാരമായി. അവൾക്ക് ഗർഭമുണ്ട്, അത് അലസിപ്പിക്കാൻ പോയതാണെന്നേ. ആരുടെയെങ്കിലും കൂടെ അവൾ ഒളിച്ചോടി കാണുമോ? 2 ദിവസം കഴിഞ്ഞാൽ പെണ്ണിനെ വല്ല കടലിലോ കായലിലോ കാണാം എന്ന് തുടങ്ങി പല പല ഊഹാപോഹങ്ങളും അവളെപ്പറ്റി കവലയിൽ പരന്നതിനൊപ്പം അവളെ ഒന്ന് പ്രാപിക്കാൻ പറ്റാത്ത നിരാശയും കൂടി പുരുഷ കേസരികളുടെ മുഖങ്ങളിൽ പ്രകടമായി. 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു സന്ധ്യാനേരം കറുത്ത നിറമുള്ളൊരു കാറിലിരുന്ന് വർഗീസ് മാപ്പിളയുടെ കടയുടെ മുന്നിലൂടെ പോകുന്ന സന്ധ്യയെ ഒരു മിന്നായം പോലെ ആണുങ്ങൾ കാണാനിടയായി. ദേ, ആ ഒരുമ്പട്ടവൾ തിരിച്ചു വന്നിട്ടുണ്ട്. പെണ്ണൊന്ന് ഉടഞ്ഞിട്ടുണ്ടല്ലോ. കൊണ്ടുപോയവൻ എന്തായാലും കാറിൽ കയറ്റി തിരിച്ചു കൊണ്ട് വിട്ടിട്ടുണ്ട് എന്ന് തുടങ്ങി അവളെ പറ്റിയുള്ള പല പല നുണപ്രചാരണങ്ങളും കവലയിൽ കൂണുപോലെ മുളച്ചു പൊന്തി. പിന്നീട് ഒരു ദിവസം വൈകിട്ട് കവലയിൽ വന്നവൾ ബസ് ഇറങ്ങി. പ്രതീക്ഷിച്ചതുപോലെ ഓട്ടോ കിട്ടാത്തതിനാൽ നടന്നായിരുന്നു വീട്ടിലേക്കുള്ള മടക്കം. കുമാരേട്ടൻ്റെ ചായ പീടിക കഴിഞ്ഞുള്ള ഇടവഴിയിലൂടെ വേഗത്തിൽ വീട്ടിലേക്ക് നടക്കുന്നതിനിടയിലാണ് 1-2 പേർ ഇരുട്ടിൽ അവളുടെ വഴി തടഞ്ഞത്. ആരണ്ട വെളിച്ചത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രൂപത്തെ അവൾ തിരിച്ചറിഞ്ഞിരുന്നു. തന്നെ പണ്ട് കണക്ക് പഠിപ്പിച്ചിരുന്ന സേവ്യർ മാഷ്. എന്താ മാഷേ? അവൾ ബഹുമാനപൂർവ്വം അയാളോട് ചോദിച്ചു. വളരെ കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് സന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ചുറ്റിലും കണ്ണോടിച്ചു. ആരും വരുന്നില്ലെന്ന് ഉറപ്പിച്ച ശേഷം ധൃതിപ്പെട്ട അയാൾ അവളെ കയറി പിടിക്കുകയും അവളുടെ മാറിടത്തിൽ കൈ അമർത്തുകയും ചെയ്തു. അമർത്തിയ കരങ്ങൾ അറിയാതെ അതേ വേഗത്തിൽ തന്നെ അയാൾ പിന്നോട്ട് വലിച്ചു. എന്താ മാഷേ, കയ്യിലൊന്നും തടഞ്ഞില്ലേ? അവൾ വിറയാർന്ന ചിരിയോട് ചോദിച്ചു. അയാൾ ഞെട്ടുന്ന കാഴ്ച കണ്ടവൾ വർഷങ്ങൾക്ക് ശേഷം ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ ചിരിക്ക് പിറകിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ, സ്വന്തം സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി അവൾ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. ഇനി അവളെ പ്രാപിക്കാൻ വേണ്ടി ആരും കിനാവ് കാണില്ല. അവളുടെ വഴികളിൽ കാമമൊലിപ്പിക്കുന്ന കണ്ണുകളോടെ ആരും കാത്തു നിൽക്കില്ല. കാരണം ഇനി ഒരിക്കൽ കൂടി ഒരാൾക്ക് പിടിച്ചു ഞെരിച്ച് വേദനിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അവളിൽ നിന്നും ആ 2 മാംസപിണ്ഡങ്ങൾ എന്നേക്കുമായി മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്